ശ്രീമന്നാരായണീയം 13-ാം ദശകം. ഹിരണ്യാക്ഷവധവും ഭൂദേവി മോചനവും. ഹിരണ്യാക്ഷം ത്വാവദ്വരദഭവദന്വേഷണപരം ചരന്തം സംവർത്തേ പയസി നിജജംഘാ പരിമിതേ പവൽഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനി ശനൈരുജേ നന്ദൻ ദിനിജമഭിനിന്ദം സ്തവബലം. വരദാതാവായ മഹാപ്രഭു, അതിനിടയിൽ അങ്ങയുടെ ഭക്തനും കാപട്യപ്രയോഗ പ്രവീണനുമായ നാരദമുനി അങ്ങയെ അന്വേഷിച്ചുകൊണ്ട് സ്വന്തം കാൽമുട്ടിന് കീഴെ നിൽക്കുന്ന സമുദ്രജലത്തിലിറങ്ങി സഞ്ചരിക്കുന്ന ഹിരണ്യാക്ഷന്റെ അടുക്കൽ ചെന്ന് ആ രാക്ഷസനെ സ്തുതിച്ചും അങ്ങയെ നിന്ദിച്ചും മന്ദമായി പറഞ്ഞു. സമയാവി വിഷ്ണുർ ഹരതി ഭവതീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഗതിത നദൻ ക്വാസൗ ക്വാസാവിധി സമുനിനാ ദർശിത പഥോ ഭവന്തം സംപ്രാപദ്ധരണിധരമുദ്യന്തമുദകാത്. മായാവിയായ വിഷ്ണു താങ്കളുടെ പിടിയിൽ നിന്നും ഭൂമിയെ അപഹരിച്ചിരിക്കുന്നു. ഹേ സ്വാമി, ഇത് കഷ്ടമാണ്. ഇതെന്തൊരനാസ്ഥ! ഇപ്രകാരമുള്ള മുനിയുടെ വാക്കുകൾ കേട്ട് വിഷ്ണു എവിടെ, വിഷ്ണു എവിടെ എന്ന് ഗർജിച്ച ഹിരണ്യാക്ഷൻ നാരദനാൽ ദർശിപ്പിക്കപ്പെട്ട മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഭൂമിയെ വഹിച്ചുകൊണ്ട് ജലത്തിൽ നിന്നും ഉയർന്നു വരുന്ന അങ്ങയെ സമീപിച്ചു. അഹോ ആരണ്യോയം മൃഗൈതി ഹസന്തം ബഹുതരൈർ ദുരുക്തൈർവിദ്യന്തം ദിദിസുതമവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസ് ചകിതാം സ്വേന മഹസാ പയോധാവാധായ പ്രസമമുദയും താമൃതവിധൗ. ഇത് കാട്ടുമൃഗമാണല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും പലതരം ചീത്ത വാക്കുകളാൽ വേദനിപ്പിക്കുകയും ചെയ്യുന്ന അസുരനെ അവഗണിച്ചുകൊണ്ട് അങ്ങ് തൻ്റെ ദംഷ്ട്രാഗ്രങ്ങളിലിരുന്ന് പേടിച്ചു വിറയ്ക്കുന്ന ഭൂമിയെ സ്വപ്രഭാവത്താൽ ജലത്തിൽ ഉറപ്പിക്കുകയും ഉടനെ സമരോദ്യുക്തനായി തീരുകയും ചെയ്തു. ഗദാപാണൗ ദൈത്യേ ത്വമപിഹി ഗൃഹീന്നോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഖടഖടരവോൽഘുഷ്ടവിയത രണാലോക ഉത്സുൽക്യാത് മിളതി സുരസംഘേ ദ്രുതമമും നിരുന്ധ്യാസന്ധ്യാദ പ്രഥമമിതി ധാത്രാ ജഗദിഷേ. ഗദാപാണിയായ അസുരനോട് യുദ്ധം ചെയ്യാൻ അതിദീർഘമായ ഗദയെടുത്ത് തയ്യാറായ അങ്ങ് ഖടഖടാരവം കൊണ്ട് ആകാശം മുഴങ്ങുമാറ് ദ്വന്ദ്വയുദ്ധം ചെയ്തു. യുദ്ധം കാണാനുള്ള ആഗ്രഹം മൂലം ദേവസംഘങ്ങൾ ഒത്തുകൂടി. വെറും കളിയെന്ന പോലെ അനായാസം പോരടിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയോട് സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങ് ഈ അസുരനെ നിഗ്രഹിച്ചാലും എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു. ഗദോന്മർദ്ദേ തസ്മിൻ സ്തവ ഖലു ഗദായാന്തിജിഭുവോ ഗദാഘാതാത് ഭൂമൗ ചടിതി പതിതായ മഹകഹോ മൃദുസ്മേരാസ്യസ്തം ധനുജകുല നിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ. ആ ഗദായുദ്ധമധ്യത്തിൽ അസുരന്റെ ശക്തമായ ഗദാപ്രഹരമേറ്റ് അങ്ങയുടെ ഗദ പെട്ടെന്ന് താഴെ വീണപ്പോൾ മന്ദഹാസം ചൊരിയുന്ന മുഖത്തോടു കൂടിയ അങ്ങ് അസുരവംശോന്മൂലനത്തിന് ശക്തമായതെന്ന് പ്രസിദ്ധമായ സുദർശന ചക്രം കയ്യിലെടുത്ത് പ്രശോഭിച്ചു. ഹേ ഭഗവാനെ, എന്താശ്ചര്യം!
തതശൂലം കാലപ്രതിമരുഷിദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേതൽ കരകലിതചക്രപ്രഹരനാൽ സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുതം സ്ഥാം സമതനോ ഗിളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീം. അപ്പോൾ കാലനെ പോലെ ദുഷ്ടനായ ഹിരണ്യാക്ഷാസുരൻ ശൂലമെടുത്ത് എതിരിട്ടപ്പോൾ അവിടുന്ന് കയ്യിലിരിക്കുന്ന സുദർശന ചക്രം കൊണ്ട് പ്രഹരിച്ച് അത് ഛിന്ന ഭിന്നമാക്കി. അത് കണ്ട് പൂർവാധികം രോഷം പൂണ്ട അസുരൻ മുഷ്ടി കൊണ്ട് അങ്ങയെ വേദനിപ്പിച്ചു. മായാവിഹീനനായ അങ്ങയുടെ നേരെ വിശ്വസമ്മോഹനമായ പ്രയോഗങ്ങൾ ചെയ്ത അവൻ്റെ വിഡ്ഢിത്തം എത്ര അതിശയകരമാണ്. ഭവൽ ചക്ര ജ്യോതിഷ്കണലവ നിപാതേന വിധുതേ തതോ മായാചക്രേ വിതത ഘനരോഷാന്ധമനസം ഗരിഷ്ടാഭിർമുഷ്ടി പ്രകൃതിഭിരഭിഘ്നന്തമസുരം കരാഗ്രേണ സ്വന ശ്രവണപദമൂലേ നിരവധി. സുദർശന ചക്രത്തിൻ്റെ ദിവ്യ തേജസ്സിൻ്റെ അല്പം അംശം മൂലം അസുരൻ്റെ മായകളെല്ലാം ഫലവിഹീനങ്ങളായി. ആ സമയം ക്രോധാധിക്യത്താൽ വിവേകരഹിതനായി മുഷ്ടി ചുരുട്ടി അങ്ങയെ ഇടിക്കുന്ന അവൻ്റെ ചെകിടത്ത് കനത്ത കൈകൊണ്ട് അങ്ങ് അടിക്കുകയും ചെയ്തു. മഹാകായ സോയം തവ കരസരോജപ്രമഥിതോ ഗളദക്ത്രോ വക്ത്രാദപദൃഷിഭി ശ്ലാഘിതഹദീം തദാ ത്വാമുദ്ദാമ പ്രമദപരവിദ്യോതിഹൃദയാ മുനീന്ദ്രസാന്ദ്രാഭി സ്തുതിഭിർനന്യുപതധ്വരതനും. മഹാശരീരിയായ അവൻ താമരപ്പൂ പോലെ മനോഹരമായ അങ്ങയുടെ കൈകൊണ്ട് അടിയേറ്റപ്പോൾ മഹർഷിമാർ ആ അടിയെ സ്തുതിച്ചുകൊണ്ടിരിക്കെ വായിൽ നിന്നും രക്തമൊഴുകി അവൻ നിലംപതിച്ചു. അപ്പോൾ ആനന്ദാതിരേകത്താൽ പ്രഫുല്ല മനസ്സരായി തീർന്ന മുനിവര്യന്മാർ യജ്ഞസ്വരൂപനായ അങ്ങയെ ഉറക്കെ വാഴ്ത്തി സ്തുതിച്ചു. ത്വജിച്ഛന്തോ രോമസ്വപി കുശഗണശ്ചക്ഷുഷി കൃതം ചതുർഹോതാരോഘ്രൗ സുഗ്രഭിവദനേ ചോദരയിടാ ഗ്രഹാജിഹ്വായന്തേ പരപുരുഷകർണേ ച ചമസാ വിഭോ സോമോ വീര്യം വരദഗളദേശേപ്യുപസദാ. പരമപുരുഷനായ മഹാവിഷ്ണു യജ്ഞാംശങ്ങൾ അങ്ങയുടെ ശരീരാവയവങ്ങളാണ്. ത്വക്കിൽ ഛന്ദസ്സുകളും രോമങ്ങളിൽ കുശപ്പുല്ലും കണ്ണുകളിൽ ആജ്യവും നിറഞ്ഞിരിക്കുന്നു. കാലുകളിൽ 4 ഹോതാക്കളും വദനത്തിൽ സ്രുവവും സ്ഥിതി ചെയ്യുന്നു. പുരോടാശം സൂക്ഷിക്കുന്ന പാത്രമാണ് അങ്ങയുടെ ഉദരം. ജിഹ്വയിൽ സോമരസവും കർണങ്ങളിൽ ഹൂതശേഷവും രേതസ്സിൽ സോമരസവും നിറഞ്ഞിരിക്കുന്നു. ഹേ വിഭോ, ഹേ വരദായക, അങ്ങയുടെ കണ്ഠദേശം ഉപസത്തുക്കളുടെ സ്ഥാനമാണ്. മുനീന്ദ്രൈരിത്യാദി സ്തവനമുഖരൈർമോദിതമനാ മഹീയസ്യാമൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വധിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമഭിവാദാലയപദേ. മുനീന്ദ്രന്മാരുടെ സ്തുതിവചനങ്ങൾ കേട്ട് സന്തുഷ്ടമാനസനായ അങ്ങ് വലിയ ശരീരത്തോടും പവിത്രമായ കീർത്തിയോടും കൂടി പ്രശോഭിക്കുന്നവനായി സ്വവാസസ്ഥാനത്തെത്തിച്ചേർന്നു. ആ വൈകുണ്ഠത്തിൽ സുഖാമൃതം ആസ്വദിച്ച് വിഹരിക്കുന്ന ഗുരുവായൂരപ്പ, എൻ്റെ എല്ലാ രോഗപീഠകളെയും
നശിപ്പിക്കണമേ. ശ്രീഹരേ നമ.